മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ നമുക്കൊക്കെ വളരെ സുപരിചിതനായ സീരിയൽ താരം ഡോക്ടർ ഷാജു, ഭാര്യ ആശി. നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങളാണല്ലോ. നല്ല ബിസിയാണോ? ഒരുവിധം ബിസി അങ്ങനെയല്ല ചേച്ചി, പണ്ട് മുതലേ അത്ര ബിസി അല്ല. ഒരുപാട് അങ്ങനെ ഏറ്റെടുക്കാറില്ല അല്ലേ? ഇല്ല, പണ്ട് മുതലേ ഇല്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, അതുകൊണ്ടല്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ആക്ച്വലി ഇഷ്ടം അവർക്കില്ലാഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ടല്ല. ഞാൻ ബേസിക്കലി ഒരു സമയത്ത് ഒരു സീരിയൽ മാക്സിമം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ ക്ലാഷ് ആയിട്ട് ഒന്നുകൂടി ചെയ്യുന്നല്ലാണ്ട് അത് തന്നെ കുറവാണ്. ഈ ഓടി നടന്നുള്ള അഭിനയം അന്ന് മുതലേ ഇല്ലായിരുന്നു. 11 വർഷമായി വന്നിട്ട്. ഒരു 20 സീരിയലോ 22 സീരിയലോ താഴെയുള്ളൂ മെഗാ സീരിയൽ. അതിൻ്റെ താഴെയുള്ളൂ തോന്നുന്നു നോക്കിയാൽ. ഒരു വർഷം. ഇപ്പോൾ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു തമിഴ് സീരിയൽ ചെയ്യുന്നു. തമിഴ് ചെയ്യുന്നു? തമിഴ് ഒരെണ്ണം ചെയ്യുന്നു. എന്നിട്ട് ആരെങ്കിലും ഡബ് ചെയ്യണോ? തമിഴിൽ വേറെ ഡബ് ചെയ്യണം. തമിഴ് അറിയും, എനിക്ക് തമിഴ് വായിക്കാനും അറിയാം, എഴുതാനൊക്കെ അറിയാം. ഞാൻ പഠിച്ചത് സേലത്താണ്. അതെയോ? അപ്പോൾ തമിഴ്. സേലത്ത് പോയി പെട്ടു? സേലത്ത് ഇവിടെ അഡ്മിഷൻ കിട്ടാതായപ്പോൾ ഞാൻ അവിടെ പോയി. നമസ്കാരം. പേരെന്താ? എന്താ മോളുടെ പേര്? ഇവാന എന്ന പേര്. ഇവാന. ശരിക്കും സിനിമയിൽ അഭിനയിക്കണം താല്പര്യമുണ്ടോ, അതോ അവസരം വരാത്തതാണോ? അത് ചിലവർ പറയില്ലേ സീരിയൽ മതി, എനിക്ക് ഇതിൽ ഒതുങ്ങിക്കൂടാനാണ് ഇഷ്ടം, അങ്ങനെയാണോ? അങ്ങനെയല്ല, സിനിമയിൽ താല്പര്യം. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലേ, എല്ലാവരും അഭിനേതാവെന്നുള്ള നിലയിൽ നമ്മളെ വലിയ സ്ക്രീനിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ താല്പര്യമില്ല എന്നുള്ളത് എനിക്കല്ല, സിനിമാക്കാർക്ക് താല്പര്യമില്ല. ആരും വിളിച്ചിട്ടില്ല ഇത്രയും വർഷമായിട്ടാണ്. അവസരം ചോദിക്കാൻ അങ്ങനെ വലിയ പേര്. ഞാൻ വളരെ, എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട PR ഉള്ള ആൾ ഞാനായിരിക്കും. പബ്ലിക് റിലേഷൻ വളരെ കുറവാണ്, പരിചയം കുറവാണ്. അതുകൊണ്ടാണ് തീരെ പരിചയമില്ല ആരെയും. അപ്പോൾ നമ്മൾ ഒരു പരിചയമില്ലാണ്ട് ഒരാളോട് ചെന്ന് അവസരം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് സീരിയൽ അഭിനയിക്കുന്ന ആൾക്കാരോട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയില്ല. സിനിമയുടെ ആൾക്കാർക്ക് ചെറിയൊരു അവഗണന പോലെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അറിയില്ല. എവിടെ സ്വദേശം? ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ ജനിച്ചത്, വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അതെയോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ? ഒരുമിച്ച് പഠിച്ച ഒരു കോളേജിൽ പഠിച്ചതാണ്. ഒരു ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നു, എൻ്റെ ഒരു വർഷം സീനിയറായിരുന്നു. എന്ന് വെച്ചാൽ ഏജ് കൊണ്ടല്ല, ബേസിക്കലി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ആണ് പോകുന്നത്, പുള്ളിക്കാരി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ ചെല്ലുമ്പം ആശസ് എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയറാണ്. വിനായക മിഷൻ സേലത്ത കോളേജ്. ചങ്ങനാശ്ശേരി അല്ലേ? ബ്രദേഴ്സും സിസ്റ്റേഴ്സും? ഒരു ബ്രദറുണ്ട്, മാരീഡാണ്, ദുബായിൽ സെറ്റിൽഡ്, അവിടെയാണ്. ഷാജു? എനിക്കൊരു ബ്രദർ. അവർ ഈ പറഞ്ഞ പോലെ അവരും പുറത്താണ്, ഖത്തറിലാണ്. ബ്രദറും വൈഫും 2 കുഞ്ഞുങ്ങളും. പിന്നെ എൻ്റെ പാരൻസും. ഞങ്ങൾ പാരൻസിനും കൂടെയാണ്. ഞങ്ങൾ പണ്ട് മുതലേ ഈ ഒരു കൂട്ടുകുടുംബം പോലെയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്? അതെ. എല്ലാവരും ഇല്ല, ഞങ്ങളും എൻ്റെ പാരൻസും. ബ്രദറും വൈഫൊക്കെ അവിടെ തന്നെ. ബ്രദർ QP വർക്ക് ചെയ്യുന്നു, ഖത്തറിൽ. വൈഫ് ഡോക്ടറാണ്, അവളവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ഡെൻ്റൽ ഡോക്ടേഴ്സാണ് ബേസിക്കലി. ഞാൻ, ഇവള്, പിന്നെ എൻ്റെ ബ്രദർ ഡെൻറ്റിസ്റ്റാണ്. ആക്ച്വലി അവൻ ഫൈനൽ ഇയർ ആകുമ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പോയി, പഠിച്ചില്ല. അവൻ്റെ വൈഫ് ഡെൻറ്റിസ്റ്റാണ്, അവളവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെയാണൊരു ഡെൻറ്റിസ്റ്റ് ഫാമിലി. ഇതെങ്ങനെ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ നിങ്ങൾ ഈ ഇതിൽ തന്നെ വരണം എന്ന് ഫോഴ്സ് ചെയ്തിട്ട് വന്നതാണോ, അതോ താല്പര്യം എടുത്ത് വന്നതാണോ? എൻ്റെ അങ്കിള്, മദറിൻ്റെ ബ്രദർ ഒരാളുണ്ട്, പുള്ളിക്കാരൻ ഡെൻറ്റിസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിലൊക്കെ ഇത്തിരി സീനിയർ മോസ്റ്റ് കക്ഷിയാണ്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനാണ് നമുക്കുണ്ടായിരുന്നത്. പുള്ളി എന്നിട്ട് അവിടെ നിന്ന് ആദ്യമായിട്ട് തന്നെ പുള്ളി വിദേശത്ത് പോവുകയും, ദോഹയിൽ ആദ്യത്തെ ഡെൻറ്റിസ്റ്റ് പുള്ളിയായിരുന്നു, ഒരു 30 years ബാക്ക്. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് വരാനായിട്ടുള്ള. ഞാനാണ് ആദ്യം, പിന്നെ അടുത്ത ജനറേഷനിൽ BDSലേക്ക് വരുന്നത്, പിന്നെ എൻ്റെ ബ്രദർ, പിന്നെ അങ്കിളിൻ്റെ മകൾ, അങ്ങനെ. ഇത് ബുദ്ധിമുട്ടാവില്ലേ ഇതിൻ്റെ ഷൂട്ടും ഡോക്ടറുടെ പ്രാക്ടീസും? അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമ സീരിയൽ എന്ന് പറഞ്ഞ 2 തരത്തിലാണ് ആൾക്കാർ കാണുക. ചേച്ചിയെ തന്നെ നമ്മളിപ്പോൾ കണ്ടില്ല, ചേച്ചിയെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ചേച്ചിയുടെ റെസ്പെക്റ്റ് ഉണ്ടാവും എല്ലാവർക്കും ചേച്ചി അറിയാം. അതുപോലെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവരെന്താ വെച്ചാൽ അവർ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് അവരിഷ്ടപ്പെട്ടിട്ട് അവർ ചൂസ് ചെയ്തിട്ട് പോയി സിനിമ കാണുന്നതാണല്ലോ, വരിയിലൊക്കെ നിന്ന് പിന്നെ മേളിൽ പോയി ഇരുന്ന് കാണുന്നത്. അപ്പോൾ അവർക്ക് അതിനോടൊരു വാല്യൂ ഉണ്ടാവും, അപ്പോൾ അവർ റെസ്പെക്റ്റ് ഉണ്ടാവും. സീരിയൽ ആർട്ടിസ്റ്റിനോട് എന്ന് പറയുമ്പം അവർ ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല, നമ്മൾ വളരെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് നമ്മളോട് വേറൊരു തരത്തിലുള്ള അടുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ പ്രാക്ടീസിന് ചില സമയങ്ങളിൽ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കും വളരെ ഈസി ആയിട്ട്
പിന്നെ കയറി വരിക പേഷ്യൻസ് വളരെ ഈസി ആയിട്ട് നമ്മളോട് പിന്നെ എനിക്ക് അത് തോന്നിയിട്ടുള്ളത് ഫാമിലിയിൽ ഒരാളാണെന്നുള്ള തോന്നൽ വരുന്നുണ്ട് അല്ലേ. നമ്മളെ കാണുമ്പോൾ നമുക്ക് പക്ഷേ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഏതെങ്കിലും നല്ല സരസിലൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും തോളത്ത് കേട്ടുക, വന്നിട്ട് ഇങ്ങനെ തോളിൽ പിടിച്ചിങ്ങനെ, അങ്ങനെയൊക്കെ ഒരിക്കലും ഒരു സിനിമ അഭിനയിക്കുന്ന ഒരാളോട് ചെയ്യില്ല അത്. ചേച്ചി നമുക്ക് അനുഭവം ഉണ്ടാകും. അടുത്ത് വന്നിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഷോൾഡറിൽ കൈവച്ചിട്ട് ചേർത്ത് പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പിടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ നിൽക്കുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ക്ലിനിക്കിലിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ഡോറിൻ്റെ പുറത്ത് കുറച്ച് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോഴായിരിക്കും ഒരു പേഷ്യൻ്റ് അകത്ത് വന്ന് കാണുമ്പോൾ ഹായ് എന്നിട്ട് ഇയാൾ വന്ന് നമ്മളടുത്തേക്ക് വരിക, ഷോൾഡറിൽ തട്ടുക എന്ന് പറയുമ്പോൾ മറ്റുള്ള പേഷ്യൻസ് എന്താ വിചാരിക്കുക, നമ്മളെ തല്ലുകയെന്നല്ല വിചാരിക്കും, പുറത്ത് ഇയാൾ ഏതാണ്ട് ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഓവറായിട്ടുള്ളൊരു ഫ്രീഡം കാണിക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ. ചിലപ്പോൾ നല്ലതാണ്, ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കൊന്നും റിയാക്ട് ചെയ്യാനും പറ്റില്ല. അതാണ് വിഷയം. ട്രെയിനിലൊക്കെ ഓടി നമ്മൾ കയറാൻ ചെല്ലുമ്പോൾ ട്രെയിനിങ്ങിന് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പോവുക, പിടിച്ചു നിർത്തി കളയും ചിലപ്പോൾ ആൾക്കാർ, ഭയങ്കര അത്രമാത്രം സ്വാതന്ത്ര്യം കാണിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടല്ല. നമ്മൾ ബാഗൊക്കെ ആയിട്ട് ലഗേജൊക്കെ ആടുമ്പോൾ ഒറ്റപ്പെടുത്താണ്, പിടിച്ച് എവിടെ പോകുന്നു അറിയാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് പറയും അറിയില്ല എന്ന് ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, ദേഷ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ റിയൽ ക്യാരക്ടേഴ്സ് അവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ അഭിനയിക്കുക, ചിരിച്ച് കാണിച്ചിട്ട്. അങ്ങനത്തെ ഒരു അമിതമായ സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴും കാണിക്കും. അതാണ് ഒരു ബുദ്ധിമുട്ട്. ക്ലിനിക്കൽ പ്രാക്ടീസിനതുണ്ട്. വേറൊരു തരത്തിലുള്ള ഇതുണ്ടോ ഈ ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് സീരിയലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും ഇല്ലേ അങ്ങനെ ചോദിക്കുന്ന ഒരു സ്വഭാവം കേട്ടോ. അത് എപ്പോൾ ഉണ്ടെങ്കിലും ചോദിച്ചു അതല്ലേ വിഷയം. നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുടെ മാതിരിയാണ്. വർക്ക് 2 പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 2 വർക്കൊക്കെ ചെയ്യുള്ളൂ മാക്സിമം. അത് പോയിക്കൊണ്ടിരിക്കുമ്പോഴും സൂപ്പർ സീരിയൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത് കാണുന്നില്ലല്ലോ അത് ഞാനല്ല, ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, അയാൾ കാണുന്നില്ല ഞാൻ കാണുന്നില്ലെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് സിനിമാക്കാർക്ക്. ഞാൻ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ട് ഒരിക്കലില്ല. അവരുടെ അടുത്ത് പോകാനായിട്ടൊരു ഭയം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മൾ സിനിമ കണ്ടുന്ന ആളുടെ അടുത്ത് നിന്ന് അദ്ദേഹം ഒന്ന് ചിരിച്ചാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുള്ളൂ, അത് അല്ലാത്തവരങ്ങനെ ചെയ്യുള്ളൂ. മറ്റേ നമ്മൾ ചിരിക്കൊന്നും വേണ്ട, തല്ലൊക്കെ ചെയ്യും ചിലപ്പോൾ. ആലോ എന്നൊക്കെ 2 തട്ട് ഇങ്ങനെ പുറത്തൊക്കെ വന്നു. അപ്പം നമ്മൾ വിചാരിക്കും ആരോ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും, കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി. ഇപ്പം സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഈ ഡോക്ടറായിട്ട് രാവിലെ ക്ലിനിക്കിലൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അല്ല അത് പറ്റില്ല ചേച്ചി. നമ്മൾ സീരിയൽ ഷൂട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പോകാണ്ടിരിക്കില്ല, അങ്ങനെ തന്നെ നിർവാഹമുള്ളൂ. പിന്നെ റെഗുലറായിട്ട് ഞാൻ ആശാനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ റെഗുലറായിട്ട് ഞാൻ പ്രാക്ടീസിന് പോകാറില്ല. നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോവുക, അല്ലാതെ പ്രാക്ടീസിനായിട്ട് അങ്ങനെ പോകാറില്ല. കുറേ കാലമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. അത് ബുദ്ധിമുട്ടല്ലേ ശരിക്കും? അത് ഇപ്പോൾ ഒരു നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ല അങ്ങനെ അധികം പേര് വരില്ല. നോർമലി ക്ലിനിക്കിൽ വന്നാൽ ആശാനാണ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോർമലി അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. നമുക്ക് വേണ്ടിയിട്ടൊരു പേഷ്യൻ്റ് അങ്ങനത്തെ ഒരു പ്രാക്ടീസ് എനിക്കില്ല, റെഗുലർ പ്രാക്ടീസ് ഇല്ലെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു രാത്രി ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എമർജൻസി ഇല്ലല്ലോ, നമുക്ക് എമർജൻസി ഇല്ലാത്ത കാരണം നമുക്ക് അതാണ് BDS നമ്മൾ ചൂസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ, പിന്നെ നമുക്ക് ഈ എമർജൻസീസ് കുറവാണ്. നമുക്കൊരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ രാത്രി 9-9 ആകുമ്പോൾ മാക്സിമം നമുക്ക് ഫാമിലിയും ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? പിന്നെ നമുക്ക് ഈ IP ഇൻപേഷ്യൻസ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഇൻപേഷ്യൻസ് ഒക്കെ ഉള്ള MBBS ആകുമ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സ് ആകുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ലിങ്ക്ഡ് ആയിരിക്കും. നമുക്ക് ഒരു തരത്തിലും നമ്മൾ ഫ്രീ ആകാൻ പറ്റില്ല. അവരുടെ പേഷ്യൻസ്, പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. എത്ര വർഷമായി ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് 11 years ആവുന്നു. 11 years ആയില്ലേ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്, വിവാഹം കഴിക്കുന്നതൊക്കെ? വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല പരിചയപ്പെട്ടതെന്നായിരിക്കും പറയാൻ പറ്റുന്നത്. അല്ല, അത് സത്യത്തിൽ അങ്ങനെയല്ല പരിചയപ്പെട്ടത്. കാരണം എന്നറിയോ, ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ കോളേജ് ചെല്ലുമ്പം ഇവരവിടെ ഉണ്ട്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് ഈ സേലത്ത്. അപ്പം ഞാൻ MG ഡിഗ്രി കഴിഞ്ഞ് ഞാൻ 1 വർഷം PGയുടെ ഒരു വർഷം ഞാൻ ലിറ്ററേച്ചർ MAക്ക് വേണ്ടി പോയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ എനിക്കിവിടെ ഞാൻ BDSന് വേണ്ടിയിട്ട് ശ്രമിച്ച് എൻട്രൻസ് എഴുതിക്കൊണ്ടിരിക്കുക. പലപ്പോഴും കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം വെറ്റിനറി കിട്ടി, ഒരു പ്രാവശ്യം ഹോമിയോ കിട്ടി. അപ്പോഴൊക്കെ BDS വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ MBBS കിട്ടിയാൽ അങ്ങനെ പോകാം, എന്നാലും BDS ആണ് നമ്മളൊരു ഫസ്റ്റ് ചോയ്സ് എപ്പോഴും വെക്കുക. അപ്പോൾ കിട്ടിയില്ല ഈ 2. പിന്നെ അപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ജോയിൻ ചെയ്യണം. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ജൂനിയേഴ്സായിട്ട് MG കോളേജിൽ പഠിച്ച പിള്ളേരൊക്കെ എൻ്റെ സീനിയേഴ്സായ ഇവിടെ നോർമലി അങ്ങനെ വരുമല്ലോ. അവർ പ്രീ കഴിഞ്ഞിട്ട് പോയി. പല മലയാളീസാണ് എല്ലാ സ്ഥലത്തും. ഈ ഔട്ട്സൈഡ് കേരള ഉള്ള കോളേജസിലൊക്കെ, പ്രൊഫഷണൽ കോളേജിലൊക്കെ ഒരു 80% മേൽ മലയാളീസാണ്.
അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അങ്ങനത്തെ കുറേ പിള്ളേരുണ്ട്. പക്ഷേ അപ്പോൾ റാഗിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ അവരുടെ ആവശ്യം ചെന്ന് മീശ എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് കുറച്ച് കട്ടിയുള്ള മീശ ഉണ്ട്. അപ്പോൾ ഇതെടുപ്പിക്കുക എന്നുള്ള ഭയങ്കര പ്രശ്നമാണ് അവർ. പെൺപിള്ളേരൊന്ന് റാഗ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരു സുഹൃത്ത്, ഞങ്ങൾ രണ്ടുപേരും മീശ എടുക്കണം, ഭയങ്കര പ്രശ്നങ്ങളും സീനിയേഴ്സുമായിട്ട് അടിയുമ്പോൾ. അപ്പോഴൊക്കെ ഇവർ അങ്ങനെയാണ് ഇവരൊക്കെ ഞാൻ കാണുന്നത്. എപ്പോഴും നമ്മുടെ ഇമ്മീഡിയറ്റ് സീനിയേഴ്സ് ആയിരിക്കും നമ്മളെ റാഗ് ചെയ്യാൻ കൂടുതൽ വരിക. അങ്ങനെ ഒരു ഇഷ്യൂസായി ഇവരായിട്ടൊക്കെ അങ്ങനത്തെ ഒരു എന്നെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു, സീനിയേഴ്സിന് ആർക്കും ഈ ഒരു ക്യാരക്ടറിലുണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് കാണുകയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ അന്ന് കാണുമ്പോൾ വളരെ ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ആശയ്ക്കൊരു പ്രണയമുള്ള സമയത്താണ് കാണുന്നത്, ഞാനുമായിട്ടല്ലായിരുന്നു. ഞാൻ ആദ്യം ആശയ്ക്ക് ആളുടെ പ്രണയമുള്ള സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പോഴൊന്നും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി ടൈമിൽ ഒരു പോസ്റ്റിംഗ് ഇങ്ങനെ വന്നു, ഒരുമിച്ച് വന്ന സമയത്താണ് സംസാരിക്കുന്നത്. ഒരു 4-5 പേര് മാത്രമുള്ള ഒരു പോസ്റ്റിംഗ് വരും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻസ് ഒന്നുമില്ലായിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ബൈ ദ ടൈം പ്രണയമൊക്കെ പൊളിഞ്ഞ് നാശമായി, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായതാണ്. വളരെ കോമൺ ആയിട്ടൊരു ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതാണ് പിന്നെ ഒരു കല്യാണത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടോ? അതെ, ഉണ്ടോ? 2 പേര് 2 കാസ്റ്റുള്ള ആൾക്കാരാണ്. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ വിവാഹത്തിന് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ഇല്ല. എൻ്റെ പാരൻസ് അങ്ങനെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലി അല്ല. അപ്പോൾ അതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രശ്നങ്ങളുണ്ടായി നാട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ആൾക്കാർക്ക്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നാട്ടുകാർക്കാണല്ലോ എപ്പോഴും പ്രശ്നം. അവർ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാണ്ട് നമുക്കങ്ങനെ നമ്മുടെ വീട്ടിൽ കല്യാണം, എൻ്റെ ബ്രദറിൻ്റെ എൻ്റെയും കല്യാണം ഒരുമിച്ചായിരുന്നു, ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. വലിയ വിവാഹമായിട്ട് തന്നെ നടക്കുകയായിരുന്നു. എല്ലാവരെയും വിളിച്ചിട്ട് കല്യാണം നടത്തുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവരുടെ വീട്ടിലും പ്രോബ്ലം ഒന്നുമില്ല. അച്ഛന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഇപ്പം അങ്ങനെയില്ല, ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നും ബാധിച്ചിട്ടില്ല ലൈഫിൽ. അങ്ങനെ ഒരു ഇഷ്ടം തോന്നാനുള്ള റീസൺ എന്തായിരുന്നു തമ്മിൽ? ഇഷ്ടം ഒരു യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രണയത്തിലുണ്ടായിരുന്നു ആശ. ആ പ്രണയം ഒരുപാട് ആശയുടെ നെയിം സ്പോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഫഷണൽ കോളേജ് ആകുമ്പോൾ ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ആർട്സ് കോളേജ് പോലെ ഇങ്ങനെ ഭയങ്കര വൈഡായിട്ട് കിടക്കുകയല്ല. 10,000 അങ്ങനെ അല്ലല്ലോ. കുറച്ച് ഒരു ബാച്ചിൽ 100 പിള്ളേരുള്ളൂ എന്ന് പറയുമ്പോൾ 4 വർഷം കൂടിയിട്ട് 400 പിള്ളേരുണ്ടാവും. ചില അരിയേഴ്സ് എല്ലാം ഉണ്ടാവും. ഒരു 1000 പിള്ളേർക്ക് താഴെ ഉണ്ടാവുള്ളൂ കോളേജിൽ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം ഇൻഡിവിജ്വലി അറിയായിരിക്കും. പിന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം പ്രണയവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു പെയറായിട്ട് നടക്കുമ്പോഴൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊരുപാട് പിന്നെ ആശയുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് വന്നു. ആക്ച്വലി അത് പ്രപ്പോസൽ ആയിട്ട് മൂവ് ചെയ്തപ്പോൾ അതൊരുപാട് ആശയെ അഫക്റ്റ് ചെയ്തു. അയാളെ അഫക്റ്റ് ചെയ്യത്തില്ലല്ലോ നോർമലി. അയാൾ വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇയാൾ അപ്പോൾ നമ്മൾ ഇപ്പം ചേച്ചി ഞാൻ ഫ്രണ്ട്സാന്ന് വെച്ചാൽ ചേച്ചിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അത് എനിക്ക് അപ്പോൾ ബേസിക്കലി സ്പീക്കിംഗ് ആ സമയത്ത് ഞാൻ കോളേജ് ചെല്ലുമ്പോഴേ ഞാൻ എൻഗേജ്ഡായിരുന്നു. ആണോ? ഞാൻ കോളേജ് ചെല്ലുമ്പം അതുകൊണ്ട് എനിക്ക് കോളേജിൽ പ്രണയമൊന്നുമില്ല. അപ്പം ഞാൻ വളരെ അങ്ങനെ ഉള്ളൊരു മൂവ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പ്രണയിച്ചിട്ട് ഒരു 2-3 പ്രണയങ്ങൾ ഉണ്ട്. അത് നോർമലി ഉണ്ടാവില്ല. ആ സമയത്ത് കുറച്ച് പ്രണയം സീരിയസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അവർ പൊളിച്ചു പോയതാണ്, നമ്മളല്ല. അവർ തന്നെ പൊളിച്ചിട്ട് പോകുന്നതാണ് അതൊക്കെ. കോളേജ് സ്വയം ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണത്? 2 തരം. ഒരു പ്രണയം അതൊരു പ്രണയം ഞാൻ എന്നെക്കാൾ സീനിയറായിരുന്നു ആ കുട്ടി. അപ്പോൾ ആ പ്രണയിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ഫൈൻ ഡേ മോർണിംഗിൽ ആകുമ്പോൾ അറിയണു ആ കൊച്ചു വേറെ കല്യാണം കഴിക്കും. അപ്പോൾ നമ്മൾ അറിയുന്ന പോലുമില്ല. കല്യാണമായി എന്നറിയുമ്പോൾ നമ്മൾ ഷോക്കായി. എന്താണ്? അപ്പോൾ നമ്മൾ ഈ കഥകളിലൊക്കെ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ചെറുതാണേ, ഇത്ര കട്ടി അന്ന് മ്യൂസിക്കില്ല. മാത്രമല്ല നമ്മൾ ഡിഗ്രിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടില്ല. എൻ്റെ സീനിയറാണെന്ന് ഞാൻ പറഞ്ഞില്ല ആ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു മാൻഡേറ്ററിയാണ് കല്യാണം കഴിച്ച് പോകണമെന്ന്. അപ്പോൾ കുറച്ച് മീശയൊക്കെ ഉള്ള ആളെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതാൾ ബെറ്റർ. ഒന്നും പറയാതെ കല്യാണം കഴിച്ചു ഒന്നും പറഞ്ഞില്ല. ഭയങ്കര ഡേഞ്ചറസ് ആയി പോയി. നമ്മളെ ഭയങ്കര ഡിപ്രഷൻ ആയി പോകുമല്ലോ നമ്മൾ. ഞാൻ സീരിയസ് ആയിരുന്നു. അന്ന് എന്ത് പ്രായമുണ്ട്? എനിക്ക് 20 വയസ്സുണ്ടാവും. 20 വയസ്സ് അടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്നെക്കാൾ പ്രായമുള്ള കുട്ടി അവർ കല്യാണം കഴിച്ചു, ഒറ്റ പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിപ്രഷനായി കുറച്ച് ദിവസങ്ങളിൽ. അപ്പോൾ അതങ്ങ് പോയി. ശരി. അതെ.
അടുത്ത പ്രണയം ഏത് അല്ല 20 വയസ്സായിട്ടില്ല, അടുത്ത പ്രണയം പിന്നെ ഇമിടി തുടങ്ങി. അതായത് അല്ല ചേച്ചി, അത് ഫസ്റ്റ് പ്രണയം എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു 16-17 വയസ്സ് ആ സമയത്താണ്. അപ്പോഴാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് 17 വയസ്സുള്ളപ്പോൾ ഒരിക്കലും ആ കുട്ടിയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു പയ്യൻ എന്നുള്ളത് നോക്കുമ്പോൾ കല്യാണം കഴിക്കാൻ വരുന്ന വലിയൊരാളെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോ ആ കുട്ടിക്ക് പ്രണയമായിരുന്നിരിക്കത്തില്ലായിരിക്കും അല്ലേ? ഷാജുവിന് മാത്രം അങ്ങോട്ട് തോന്നിയതായിരിക്കാം. അല്ല പ്രണയം ഡെഫിനറ്റ്ലി. എൻ്റെ സീനിയറായിട്ട് 2 വർഷമുള്ള ഒരു കുട്ടി ഇവിടെ പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നല്ലോ, ശരിക്കും പ്രണയമായിരുന്നു. ആണോ? 2 പേർക്കും ഭയങ്കര പ്രണയം. ശരി, അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ വിടാം. അടുത്ത പ്രണയം അത് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത പ്രണയം. 1 വർഷത്തിനുള്ളിൽ ഡിഗ്രി ജോയിൻ ചെയ്യുമ്പോൾ പ്രണയം ഉണ്ടായിരുന്നു. അത് ശരിക്കും അത് അയാളുടെ മിസ്റ്റേക്ക് കൊണ്ട് പോയതല്ല, എന്നാൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പോയതല്ല. അതങ്ങനെ ഒരു കോളേജിലെ മറ്റുള്ള ആൾക്കാരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അതങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ബേസിൽ ആ കുട്ടി തന്നെയാണ് പോയത്, ഞാനല്ല. ആ പ്രണയം ഡിപ്രസ്ഡ് ആയിരുന്നില്ല? അത് കുറച്ച് മനസ്സിൽ രണ്ടും ഉണ്ടാവുമല്ലോ. ആദ്യത്തെ അത്ര ഉണ്ടായിരുന്നില്ലേ? ആദ്യത്തെ അത്ര ഒരു പ്രശ്നം ഉണ്ടായില്ല എനിക്ക്. കാരണം നമ്മളെ അത് മാത്രമല്ല ചേച്ചി, നമ്മളെ പർപ്പസായിട്ട് തള്ളിയിട്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. രണ്ടും കൂടി ഒരു ഇൻസൾട്ട് ഉണ്ടാവും, പിന്നെ അല്ലാത്തൊരു ഡിപ്രഷൻ ഉണ്ടാവും, എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെ 2 പ്രണയങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അത് നമ്മൾ ചേച്ചി കണ്ടില്ലേ, അപ്പോൾ ആ കല്യാണത്തിന് ഇപ്പോൾ ആശയ്ക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, കോമ്പൻസേറ്റ് ചെയ്ത്. എനിക്ക് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഒരെണ്ണം പറഞ്ഞാൽ അങ്ങോട്ട് ഒരെണ്ണം പറയാം. അതെ, ഒരെണ്ണം പറയാം, അത് പ്രശ്നമില്ല. ഞാൻ പിന്നെ ആശയുടെ പ്രണയം കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചെല്ലുമ്പോഴേ അവർ, അപ്പം ഞാനത് 3-4 വർഷം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം ശരിക്കും ഈ എനിക്ക് എല്ലാവരുടെ ലൈഫിലും കാണും പ്രണയങ്ങളും. എല്ലാവരുടെ ലൈഫിലും ചുമ്മാ നുണ പറയാ എല്ലാവരും. ഇല്ല ഞാൻ ഇതൊന്നേ പ്രണയിച്ചിട്ടുള്ളൂ, വേറെ ആരും, അതൊക്കെ വെറുതെ കള്ളത്തരം പറയുന്നത്. അതെന്താ ചേച്ചി, നമ്മൾ ലൈഫിൽ സിൻസിയർ അല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മളെന്തിനാ അത് അങ്ങനെ പറയുന്നത്? തന്നെ ആർക്കാ പ്രണയം ഉണ്ടാവാത്തത്? നമുക്ക് എല്ലാവർക്കും മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും. ശരിക്കും ഇപ്പൊ തന്നെ ഇപ്പം നമ്മളിരിക്കുന്നു, ഇപ്പോഴും നമ്മൾ പ്രണയിക്കുന്നുണ്ടോ? ആശയ്ക്കറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? വേറെ ആരും അല്ല, നമ്മളെ ചേച്ചി അത് പ്രണയം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ 2 തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഇഷ്ടം ഉണ്ടാവും, അതൊന്നും പ്രണയമായിട്ടല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുക. അങ്ങനെയുള്ള നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു കാര്യം ചെയ്യും, എൻ്റെ ഫോണ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. എൻ്റെ ഫോണിൽ രാത്രി കോൾ വന്നാൽ ഞാൻ എടുത്തിട്ട് ഉടനെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന പരിപാടി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചില പെൺകുട്ടികൾ ചോദിച്ചു, വീട്ടിലെത്തി നമ്മൾ എന്താ വിളിക്കുന്നത്? എപ്പോഴും വിളിക്കാം, എന്തെങ്കിലും കാര്യം വിളിച്ചാൽ അപ്പോൾ ആശയുടെ മുന്നിൽ നിന്ന് സംസാരിക്കും. കാരണം അത്തരം ഭീകരമായ രഹസ്യങ്ങളൊന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ല. എന്നിട്ട് പക്ഷേ എനിക്ക് അങ്ങനെ 1-2 ആൾക്കാരോട്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പൊക്കെ ആശയ്ക്ക് അറിയണം. ചില പ്രണയമല്ലേ ചേച്ചി, അതുകൊണ്ട് അതറിയാം. അത് ചിലപ്പോൾ ഫോൺ വരുമ്പം ചിലപ്പോൾ ആശയത്തോട് ദേ വിളിക്കുന്നു കൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് അല്ലെന്നറിയാം. അപ്പോൾ അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും. എൻഗേജ്ഡ് ആയിരുന്നു? ഞാൻ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് വീട്ടുകാർ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കല്യാണം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ആശയുടെ ലൈഫ് വന്നപ്പോൾ 2 പേരും കോളേജിൽ നിന്ന് പോയി. വന്നപ്പോൾ ഭീകരമായ ഇഷ്യൂസ് ഉണ്ടായി. എല്ലാ കല്യാണവും മുടങ്ങി പോകാൻ തുടങ്ങി. ഒരു സമയത്ത് ഞാൻ എൻ്റെ മദറിനോട് മാത്രം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ, ആ മദറിന് ആശ അറിയാം. എൻ്റെ മദറിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ കോളേജിൽ ലെക്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആശ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കോളേജിൽ ഒരു ജോലി എനിക്ക് ശരിയാക്കണം, അപ്പോൾ എന്നോടൊന്ന് അപ്പോൾ ഈ മൊബൈലില്ലാത്ത സമയം തന്നെ അപ്പോഴും പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാനതൊന്ന് അന്വേഷിക്കുമ്പോൾ വേറെ ചില പ്രശ്നങ്ങളുണ്ട് വീട്ടിലും, കുറച്ച് വല്ലാത്ത പ്രോബ്ലംസൊക്കെ ഉള്ള സമയം. അങ്ങനെ ഞാൻ കല്യാണം എന്ന് ഞാൻ എൻ്റെ പേരൻസിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ഞാനത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ആശയ്ക്ക് ജോലി എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ വിളിക്കുന്നത്. ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പത്തിൽ ഞാൻ വിളിക്കുക. അങ്ങനെയാണ് ജോലിക്കായിട്ടാണ് ആശ വരുന്നത് വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ വൺസ് ഫോർ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ചില പ്രശ്നങ്ങളങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിൽ, ആശയുടെ വീട്ടിൽ. അമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അമ്മ മരിച്ചു പോയായിരുന്നു, താഴ്ചമാർ. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. ഇറങ്ങി വന്ന ശേഷം പിന്നെ ഞാനാണ് കൺവിൻസ് ചെയ്തത്, ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ. അപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടീനെ ആശയ്ക്കറിയാം, അവർ തമ്മിൽ ഫ്രണ്ട്സാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനത് കൺവിൻസ് ചെയ്തിട്ടാണ് കല്യാണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു പ്രണയത്തിൻ്റെ ഒരു അംശം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ പ്രണയം തുടങ്ങിയത്. ആശ പൊതുവേ വളരെ മിതമായി സംസാരിക്കുന്ന ഒരാളാണോ? ആണോ? കുറച്ച് കുറവാണ്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടാൻ കാരണം.
നമ്മൾ നോർമലി ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാച്ചിലൊക്കെ ഇരിക്കുമ്പോൾ സംസാരമില്ല, വളരെ ക്വയറ്റായിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നു, ആളുടെ ഒരു മൂഡിയായിട്ട് ഒരാളെന്നുള്ള നിലയിലാണ്. ബുദ്ധിജീവിയാണോ? അല്ല, ബുദ്ധിയുണ്ട്, ജീവിയാണ്, പക്ഷേ ബുദ്ധിയില്ല. അല്ല, ഞാൻ കുറേ നേരം ഇരുന്നിട്ട് വളരെ ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും സംസാരിക്കുന്നില്ല, ഇടയ്ക്ക് കയറി ഒന്നും പറയുന്നില്ല. അപ്പം വഴക്കൊന്നും കൂടില്ലേ വീട്ടിൽ? വഴക്കുണ്ട്, ഞാൻ വഴക്കൊക്കെ കൂടും. വഴക്കൊക്കെ കൂടും. അപ്പം ശബ്ദമൊക്കെ ഉണ്ടോ? ഭയങ്കര ഒച്ചയൊക്കെ വരും. ആണോ? എന്തിനാ വഴക്കൂടുന്നത്? അല്ലേ, വഴക്ക് വിടുന്നത് ഞാൻ ഭയങ്കര ലേസിയാണോ? ഞാൻ ലേസിയാണോ? ലേസിയാണ്. അല്ലേ? എനിക്ക് മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഒരു ലേസി പേഴ്സൺ ആണോ എന്ന് തോന്നുന്നു. ഞാനൊരു ലേസി ആയിട്ടുള്ള ആളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ചേച്ചി നമ്മൾ ഒരു എത്തിപ്പെടാത്തത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്യുമായിരുന്നു? പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ഹൗസ് ഏജൻസി ഈ നഷ്ടപ്പെട്ട പ്രണയമൊക്കെ പറയുമായിരുന്നു? എല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്ന് നല്ല ഫ്രണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു ഫ്രണ്ട് ആയതുകൊണ്ട് പറഞ്ഞല്ല ചേച്ചി, ഞാൻ പറയില്ല. ഫ്രണ്ട് അല്ലാതെ ഇപ്പോൾ വൈഫാണല്ലോ. ഇപ്പോഴും ഞാൻ പറയലുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഭാര്യയെ ഭയമുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു. തെറ്റായിട്ട് ഭയം എന്നല്ല പറയാം, ഭാര്യയോട് പലതും മറച്ചു വെക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ഭയം വരുന്നത്. ഓപ്പണായിട്ട് പറഞ്ഞാൽ ആ ഭയം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും പറയും, ചില പെൺകുട്ടികളൊക്കെ പറയും, ഞാൻ ആശിച്ചൊന്ന് വിളിക്കട്ടെ, ഇവിടെ ഭയങ്കര പഞ്ചായത്ത്. ഞാൻ പറയുന്നത് ഇപ്പോൾ വിളിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ നമുക്കെന്തറിയോ, അങ്ങനത്തെ ഒരു നമ്മൾ അത്തരം റിലേഷൻഷിപ്പ് നമ്മൾ സൂക്ഷിക്കുന്നില്ല. നമ്മളപ്പോൾ ട്രാൻസിയൻ്റ് ആയിരുന്ന പ്രശ്നമില്ല, നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അപ്പോഴും തുറന്നു പറയും, ഇപ്പോഴും തുറന്നു പറയും. ഇപ്പോഴും ഏതെങ്കിലും പെൺകുട്ടികൾ പ്രണയാഭ്യർത്ഥനയുമായിട്ട് വരുന്നുണ്ടോ? ഇഷ്ടമുണ്ടോ? എല്ലാം പ്രൊഫഷണലായിട്ട് വിളിച്ച് ഫോണിലൊക്കെ സംസാരിക്കുന്നു. ചില പ്രണയത്തിൻ്റെ അല്ല, ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമായിരിക്കും, നമ്മൾ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പാവം അവർക്കറിയില്ലല്ലോ നമ്മളെ ഉള്ളിലൊരു വില്ലൻ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ കുറച്ച് അധികം വിളിക്കും, സംസാരിക്കാനായിട്ടൊക്കെ വിളിക്കലുണ്ട്. അങ്ങനെയാണ് സംസാരിച്ച ആ ഒരു ഇങ്ങോട്ട് വിളിക്കുന്നവരെ എല്ലാവരും സംസാരിക്കും, പക്ഷെ അങ്ങോട്ട് വിളിച്ചിട്ടേ നമ്മൾ അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പം നമ്മളെ ഇങ്ങോട്ട് നമ്മളെപ്പോഴും അതുകൊണ്ടാണ് നമുക്ക് ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രശ്നം. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് എപ്പോഴും ഒരു മനസ്സിൽ അതാണ് ഞാൻ ലേസിനെസ് എന്ന് പറഞ്ഞത്. ഒരു ഇടിച്ച് ഇപ്പോൾ ചേച്ചി എത്ര വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. ഒരിക്കൽ പോലും ചേച്ചി ഞാൻ വിളിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ വിളിക്കാം, ചേച്ചി തിരക്കായി. എന്തെങ്കിലും സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഞാൻ വിളിക്കണം എന്ന് വെച്ചാൽ ചേച്ചി തിരക്കായിരിക്കും. നമ്മളൊരു സൗഹൃദം നമ്മളടുത്ത് മെയിൻറ്റെയിൻ ആവശ്യമില്ലാണ്ട് വിളിച്ചത് കളയണ്ടെന്നുള്ളൊരു ധാരണ ഇത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രശ്നമാണ്, ആ ഒരു ബുദ്ധിമുട്ട് വെച്ച്. അതുകൊണ്ടാണ്. സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട്, ധാരാളം പേരുണ്ട്. ഇപ്പം എങ്ങനെയാണ് ആശയുടെ വീട്ടിൽ? ഒരു പ്രശ്നമില്ല. ഫാദർ മാത്രമേ ഉള്ളൂ. ഫാദറിന്റെ ഏറ്റവും നല്ല മരുമകനായിരിക്കുമല്ലോ. നല്ല മരുമകനാണ്, വളരെ എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ്. അതങ്ങനെയാണ് വരിക, അതൊരു ഒരു ഒഴുക്കാണ്, അതങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ വളരെ സന്തോഷം ഷാജു, കുറച്ച് നേരമെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? സന്തോഷം ചേച്ചി, തീർച്ചയായിട്ടും സന്തോഷം. സന്തോഷം ആശ.